100 വർഷത്തിനു മുകളിൽ കാൽപ്പഴക്കമുള്ള മംഗൽപാടി കുക്കാർ സ്കൂൾ നിലനിർത്തണമെന്ന ആവശ്യവുമായി മംഗൽപാടി ജനകീയ വേദിയും മഞ്ചേശ്വരം സപ്തഭാഷാ സംഗമ കമ്മിറ്റിയും രംഗത്ത്. ജനുവരി 1-ാം തീയതിയാണ് AEO കത്ത് കൊടുത്തത്. AEO കത്തിന് കണ്ടോ ഇല്ല എന്ന് പോലും എനിക്കറിയില്ല, ഒരു മറുപടി തന്നിട്ടില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ആണ് ഞാൻ സിദ്ദീഖ് കൈക്കമ്പോടും നമ്മുടെ മഹമൂദിനോടും അമീദ് കോസ്മോസിനോടൊക്കെ ആലോചന നടത്തി നമുക്ക് സംയുക്തമായിട്ട് ജനകീയ വേദിയും ഭരണഭാഷാ വികസന സമിതിയും ഒരു യോഗം ചേരാം. ആ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് 14-ാം തീയതി ഇപ്പോൾ വരുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവിലേക്കായി സമർപ്പിക്കാം. പിന്നെ MLAക്കും മറ്റുള്ളവർക്കും കൊടുത്ത് അതിന്റെ കാര്യങ്ങൾക്ക് വേഗത കൂട്ടാം എന്നൊരു തീരുമാനത്തിലാണ് നമ്മൾ എത്തിയത്. 14-ന് ഇപ്പോൾ വരുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ അതിനു മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം കൊടുക്കണമെങ്കിൽ നമ്മുടെ കൂട്ടായ ഒരു ചർച്ച ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു യോഗം വിളിച്ചത്. ഇതിനെ സർവകക്ഷി യോഗം എന്നാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. എല്ലാ കക്ഷികളും വന്നു എന്നറിയില്ല. ഇതിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. ഒരഭിപ്രായം ഈ LP സ്കൂള് മറ്റേതേതായാലും പോയല്ലോ, ഇനി LP സ്കൂളുണ്ട് അതും കൊണ്ട് പോട്ടെ എന്ന് ഒരാൾ എന്നോട് അഭിപ്രായം. ഞാൻ മൂക്കത്ത് വിരൽ വെച്ചുപോയി. എന്തിനാണ് ഈ 100 കൊല്ലത്തിലേറെ പഴക്കമുള്ള LP സ്കൂൾ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ എന്തിന് സംസാരിക്കണം എന്ന് എനിക്ക് ചിന്തിച്ചിട്ട് പൊരുത്തം കിട്ടുന്നില്ല. എന്നാൽ അദ്ദേഹം എനിക്ക് ചൂണ്ടിക്കാണിച്ച സ്ഥലം എവിടെ നിന്നത്, അടുക്കത്ത് ഒരു 60 സെന്റ് സ്ഥലമുണ്ട്. സൈറ്റ് ഫോർ ഗവൺമെന്റ് LP സ്കൂൾ അടുക്ക എന്നാണ് അതിന്റെ റിക്കാർഡിന്റെ പേര്. അത് പണ്ട് കുഞ്ഞിക്കോയ കലക്ടർ ഉണ്ടായിരുന്ന കാലത്ത് കണ്ണൂരിൽ നിന്ന് കലക്ടർ അന്ന് അനുവദിച്ചതാണ് ഈ സ്ഥലം 60 സെന്റ്. GLPS അടുക്ക എന്നൊരു സ്ഥാപനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ ഒരു ശുപാർശ പണ്ട് കുനിലിന്റെ ഉപ്പാടെ കാലത്ത് അവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ സ്ഥലത്തിനു വേണ്ടി അതുപോലെ അവര് അവിടെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ കലക്ടറോട് ആവശ്യപ്പെട്ടു. കലക്ടർ അങ്ങനെ ഒരു ഉത്തരവ് തന്നു, ഒരു പട്ട തന്നു. ആ പട്ട ഇപ്പൊ ഈ സ്കൂളിന്റെ അലമാറയിലുണ്ട്. അതിന്റെ അവിടെ സ്കൂൾ ഇല്ലാത്തതുകൊണ്ട്, അടുക്ക LP സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ കസ്റ്റോഡിയൻ മംഗൽപാടി GBLP സ്കൂൾ ഹെഡ്മാസ്റ്റർ എന്നും അതിന്റെ അടിയിൽ എഴുതി ചേർത്തിട്ട് നമ്മുടെ ഈ LP സ്കൂളിന്റെ കപ്പാട്ടിൽ ഇപ്പോഴും അതിന്റെ റെക്കോർഡുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സ്ഥാപനത്തിനെ നമുക്ക് എന്തിന് അടുക്കത്തേക്ക് 60 സെന്റ് സ്ഥലമുണ്ട് അവിടെ. പിന്നെ ഇപ്പൊ ആ സ്ഥലത്തിന്റെ അവസ്ഥ അവിടൊക്കെ ലെവൽ ചെയ്ത് കാണുന്നുണ്ട്. കുറച്ച് നല്ല സ്ഥലം പാറ പോലെ അങ്ങനെ കിടക്കുന്നുണ്ട്. ബാക്കി സ്ഥലം ലെവൽ ചെയ്തിട്ട് കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ട്. ഏതായാലും അതെന്തോ ആവട്ടെ, ആ സ്ഥലം പിന്നെ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയപ്പോ ഗവൺമെന്റിലേക്ക് ഒരു പ്രപ്പോസൽ കൊണ്ടുപോയി. ആ അടുക്ക സ്കൂളിന്റെ സ്ഥലം അവിടെ അങ്ങനെ ഒരു സ്കൂൾ അനുവദിച്ച് കിട്ടാത്ത സാഹചര്യത്തിൽ അത് മംഗൽപാടി പഞ്ചായത്തിന് കൈമാറണം. ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിക്കാൻ ആ സ്ഥലം ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൈമാറി തരണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിലേക്ക് ഒരു റെപ്രസെന്റേഷൻ കൊടുത്തു. ഗവൺമെന്റ് ആ ഫയലിന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കിട്ടിയൊരു മറുപടി, അത് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റില് W സെക്ഷനിൽ ഇപ്പോഴും ആ ഫയലുണ്ട്. നമുക്കൊരു മറുപടി കിട്ടിയിട്ടുണ്ട്. ഈ സ്കൂൾ സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദനീയമല്ല. അതുകൊണ്ട് സൈറ്റ് ഫോർ GLPS മംഗൽപാടി എന്ന സ്ഥലം അത് സ്കൂളിനല്ലാതെ മറ്റ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി നിർമ്മാണത്തിന് അനുവദിക്കാൻ നിർവാഹമില്ല എന്നൊരു മറുപടിയാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം, ഈ സ്കൂള് ഇവിടെ 8 കെട്ടിടമുണ്ട്. അങ്ങനെ എൻ്റെ മനസ്സിൽ എണ്ണിയതാണ്. ഇതൊക്കെ 8 കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് നമുക്കിപ്പോ ചർച്ച ചെയ്യാം. എൻ്റെ മനസ്സിലുള്ള ഐഡിയ, ഇതിനൊരു UP സ്കൂളായിട്ട് ഉയർത്തുക. ഈ LP സ്കൂളിനെ UP സ്കൂളായിട്ട് ഉയർത്തുമ്പോൾ 9 ക്ലാസ് റൂം വേണം. മലയാളത്തിന് 3, കന്നഡയ്ക്ക് 3, ഇംഗ്ലീഷ് മീഡിയത്തിന് 3. അങ്ങനെ 9 ക്ലാസ് റൂം വേണം. ഒരു സ്റ്റാഫ് റൂമും ഒരു ഓഫീസ് റൂമും വേണം. അങ്ങനെ 9 11 ക്ലാസ് റൂം നമുക്ക് ഇത് UP ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും അലി മാസ്റ്റർ
ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. എന്തെന്ന് പറഞ്ഞെങ്കിൽ, ഒന്നും ഇത് വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് വേറെ ഒരു പരിപാടിക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അത്യാവശ്യമാണ് നമ്മളെ ഇവിടെ ഈ സ്കൂള് നിലനിൽക്കേണ്ടത്. LP സ്കൂള് വേണ്ടി UP ആക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, നമ്മളെ നാട്ടിൽ ഉള്ള സ്ഥാപനം പോകാൻ വേണ്ടിയിട്ട് ആരും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് കിട്ടൂല. അത് കിട്ടിയ നമ്മളെ കയ്യിലുള്ള സ്ഥാപനത്തിനെ നമ്മ ഒരു കാരണവശാലും ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കും. ഒരുപാട് കലാകാരന്മാരും കലാകാരികളും വളർന്നു വന്ന ഒരു സ്കൂളാണ് മംഗൽപാടി. അമേരിക്കയിൽ പോലും ഇപ്പോ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മളെ മംഗൽപാടിക്കാരനാണ്. മംഗൽപാടി സ്കൂളിൽ പഠിച്ച ആളാണ്. ഇവിടെ പഠിച്ച് ഇവിടെ മാസ്റ്ററായി, എന്നിട്ട് ഇപ്പോ അമേരിക്കയിൽ. അങ്ങനെ ഒരുപാട് പേര് പറയാൻ പറ്റാതെ ഒരുപാട് അഡ്വക്കേറ്റുമാര്, IPS ഓഫീസർമാര്, ഒരുപാട് ആൾക്കാര് വന്നതാണ്. അപ്പൊ അത് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ച് വളർന്ന സ്കൂളും കൂടിയാണ്. ഒരു കാലഘട്ടത്തിൽ ഇത് ഇവിടുന്ന് മാറുകയും ഇതിനെ അടിച്ചു പൂട്ടുകയും നല്ല നല്ല ബിൽഡിങ്ങുകളാണ്. എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമുള്ള ബിൽഡിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് രാത്രി കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥലവും സൗകര്യങ്ങളും പരിമിതിയാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ മണ്ഡലത്തിൽ, നമ്മുടെ താലൂക്ക് ഓഫീസിന് പോലും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പരിധി മാഷയുടെ പ്രസംഗം കേട്ട സ്ഥിതിക്ക് ഇത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഇത് നമുക്ക് അന്യോന്യം അങ്ങോട്ട് കൈമാറാൻ പറ്റൂല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതിന് വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കുറെ സ്ഥാപനങ്ങളുണ്ട്. അസാപ്പ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അസാപ്പ് നൽകി അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാസർഗോഡുണ്ട്. മംഗൽപാടി ഹൈസ്കൂളിൽ മുമ്പുണ്ടായിരുന്നു ഹയർ സെക്കൻഡറിയിൽ. അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും മറ്റേ മൾട്ടിമീഡിയയുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ ഓരോ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് അതിപ്പോ കാസർഗോഡ് ഒന്ന് വന്നിട്ടുണ്ട്. വീണ്ടും മഞ്ചേശ്വരം ഭാഗത്ത് നമുക്കൊന്ന് വരാൻ വേണ്ടിയുള്ള ഒരു യത്നം ചെയ്യാം എന്നതാണ് എൻ്റെ ചെറിയ അഭിപ്രായം. ഇതൊന്നുകിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹൈസ്കൂളിനോട് അറ്റാച്ച് ചെയ്തുണ്ടായിരുന്ന UP ഈ വിദ്യാലയത്തിലേക്ക് മാറ്റുകയാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെയുള്ള LP സ്കൂള് കുറച്ച് എക്കണോമിക് ആവും. കാരണം ഇപ്പോൾ തന്നെ ഇവിടെ കുട്ടികൾ പരിമിതമാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ഹൈവേ വന്നതോടുകൂടി ചെറുകോളിയിലോ മറ്റുള്ള അടുത്തേക്കുള്ള കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. രണ്ടാമത്, ഈ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടെ പഠിക്കുന്ന കുട്ടികൾ, അതിൽ മുതിർന്ന കുട്ടികൾ, അവരോടൊപ്പം ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോവുക എന്ന് പറയുമ്പം ദുഷ്കരമാണ്. അവരെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് അവർ UP സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെ ഹൈസ്കൂളിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് ഒരു പ്രയാസമുണ്ട്. അങ്ങനെ വരുമ്പം സാധാരണ രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് തൊട്ടടുത്തുള്ള ഏത് സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കാൻ കഴിയുമോ എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ വിദ്യാലയത്തില് LP തലത്തില് കുട്ടികൾ വരാനുള്ള സാധ്യത കുറയുകയാണ്. എത്ര നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം നൽകാമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്താലും ഈ ഒരു പരിമിതി നിലനിൽക്കുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ മുന്നിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, അതായത് വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിൽ വെക്കാൻ കഴിയുന്ന ഒരു വിഷയം എന്നുള്ളത്, ഇവിടത്തേക്ക് LP സ്കൂളിലേക്ക് UP കൂടി കൊണ്ടുവരിക. ഗവൺമെന്റിന് 4 അണ പൈസയുടെ ചെലവില്ലാതെ ഇത് കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയും. കാരണം UP സ്കൂളിലെ അധ്യാപകരെ ഇങ്ങോട്ട് വിന്യസിച്ചാൽ മതി, UPക്കും LPക്കും കൂടെ ഒരു ഹെഡ് മാഷ് മതി. അപ്പൊ ഗവൺമെന്റിന് 4 അണ പൈസ ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ ഈ വിദ്യാലയത്തെയും ഈ സ്വത്തിനെയും സംരക്ഷിക്കാൻ ഇതൊരു പ്രോജക്റ്റായി നമുക്ക് ഗവൺമെന്റ് മുന്നിൽ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്ന്. 8 വർഷത്തോളമായി വൈസ് പ്രസിഡന്റായിട്ടും ഉള്ളത്. ഞാൻ പ്രസിഡന്റായിട്ടും അസൽ വൈസ് പ്രസിഡന്റായിട്ടും, പിന്നീട് ഇപ്പോൾ ഞാൻ പ്രസിഡന്റായിട്ടും മറ്റേ വിശ്വനാഥ സാറ് വൈസ് പ്രസിഡന്റായിട്ടും, അതുപോലെ ഇങ്ങനെ 8 വർഷത്തോളമായി സ്കൂളിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തുടക്കത്തിൽ നല്ല LP സ്കൂളിൽ 150-140 കുട്ടികൾ LP സ്കൂളിൽ ഉണ്ടായിരുന്നു. ആദ്യം നമ്മളിവിടെ
ഹൈസ്കൂളിലുള്ള സമയത്ത് നല്ല കുട്ടികളുള്ള നല്ല രീതിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്കൂളാണ്. ഇപ്പോൾ നിലവിലിപ്പോ നേരത്തെ അരിമാഷ് പറഞ്ഞ പോലെ 12 കെട്ടിടം 8 കെട്ടിടം നിങ്ങളിപ്പോ മെരിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. 8 കെട്ടിടങ്ങൾ അടിഞ്ഞു കിടക്കുകയാണ്. 4 കെട്ടിടങ്ങൾ നമ്മൾ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ കുട്ടികളാണുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെ നാട്ടിൽ മൊത്തം വിശേഷങ്ങള് സ്കൂളിൽ പോയി, ഇവിടുന്ന് സ്കൂളിൽ പോയി, അല്ല ജനപ്രിയ സ്കൂൾ മാറി, അങ്ങനെ ഒരു പ്രചരണമാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാ സാധാരണ കേട്ടിട്ടുണ്ടാവില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ട്. സ്കൂളില്ല, കുക്കാർ സ്കൂളിൽ പോയി. അത് കാരണം നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പൊതു സ്വത്താണ്, നമ്മളെ ജനങ്ങൾക്ക് ആവശ്യകരമായ ഒരു സ്വത്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാതെ. കാരണം നമ്മൾ എന്തുകൊണ്ട് കണ്ണടച്ചിരിക്കുകയാണോ, കണ്ണ് കാണാതെ പോലെ ഇരിക്കുകയാണോ, ഒന്നും അറിയാതെ പോലെ ഇരിക്കുകയാണോ എന്നറിയില്ല. ഒരുപാട് ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് കഴിവുള്ളവരാണ് നമ്മുടെ പ്രദേശത്ത്. കുക്കാർ എന്ന സ്ഥലം ഒരുപാട് നേരത്തെ നമ്മളെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞ പോലെ 100 വർഷം എന്റെ ഓർമ്മയിൽ ഇവിടുത്തെ ഞാൻ കേട്ടിടത്തോളം 1912 സ്റ്റഡിയിൽ തോന്നുന്നു. അത് പറഞ്ഞാൽ 113 വർഷം തുടർന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളാണ് ഇവിടെ. പഠനം വിശേഷങ്ങൾ 113 വർഷത്തെ ഈ ജനങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിന്, നാടിന് വേണ്ടിയിട്ട് ഒരുപാട് അറിവുകൾ പകർത്തി തന്ന, നേരത്തെ നമ്മളെ വാർഡ് മെമ്പർ, നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് മുമ്പായി പറഞ്ഞ പോലെ ഒരുപാട് ജഡ്ജി, അലിമാസ് പറഞ്ഞ ക്യാപ്റ്റന്മാർ, ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആള്. എന്റെ ഒരു അടുക്കൽ നിന്ന് ഇവിടെ പഠനം പൂർത്തിയായിട്ട് LLBക്ക് ക്ലാസ് കൊടുത്തിരുന്ന പ്രൊഫസറായിട്ടുള്ള അലി ഖലീൽ എന്ന് പറഞ്ഞു. ഇവർ പഠിച്ച് ഉയർന്ന പദവിയിലെത്തി. ഇപ്പോൾ പ്രൊഫസർ, അതായത് LLB പഠിച്ച് കഴിഞ്ഞവർക്ക് ക്ലാസ് എടുത്തുകൊണ്ട് അങ്ങനെ ഒരുപാട് അറിവുകൾ ഇവിടുന്ന് ഉയർന്നു പോയി എവിടെ എത്തിക്കഴിഞ്ഞ ഈ സ്ഥലത്ത് കുക്കാർ എന്ന പ്രദേശത്തെ ഈ കെട്ടിടങ്ങൾ ഇന്ന് അടങ്ങി കിടന്നിരിക്കുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കാൻ പാടുള്ളതല്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ രീതിക്ക് പ്രചരണമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനുള്ള നല്ല രീതിക്കുള്ള നമ്മൾ എന്താണ് ഈ സ്കൂൾ നിലനിർത്താനും അതുപോലെ UP സ്കൂളായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും എന്താണ് നമുക്ക് മുമ്പോട്ട് ഇനി നീക്കേണ്ട പോംവഴി എന്നുള്ള ചർച്ചയും ഇതിലുള്ള ഒരു കൂട്ടായ്മ നല്ല രീതിക്കുള്ള അതിനുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി പോലുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഞാൻ നിങ്ങളോട് വിനയത്തോട് അഭ്യർത്ഥിച്ചു. ഇതിന്റെ ഒരു പൊതുവിഷയത്തെ കുറിച്ച് നമ്മൾ ജനകീയമായി നിൽക്കുക എന്നതുകൊണ്ട് തന്നെയാണ് ഈ യോഗം വിളിച്ചുവിട്ടത്. ഒറ്റക്ക് നിൽക്കുന്നേക്കാളും നല്ലത് കുറെ ആളുകൾ കൂടെ നിന്നുകൊണ്ട് ഈ മേഖലകളിലേക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമൊക്കെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു വിഷയം എന്ന് പറയുന്നത്, മംഗൽപാടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ രീതി പറയാറുള്ളത് സിവിൽ സ്റ്റേഷൻ പോലുള്ള താലൂക്ക് ഓഫീസ്, താലൂക്ക് അതുപോലെ തന്നെ റേഷൻ താലൂക്ക്, ഇങ്ങനെ പല ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ താലൂക്കുകളിൽ ഉള്ള പോലെ സിവിൽ സ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് നടത്താൻ പറ്റുമോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് ആലോചിച്ചത്. കാരണം തൊട്ടടുത്ത് വിശാലമായി നല്ല സൗകര്യമുള്ള LPക്ക് അപ്പുറം UPക്ക് മുകളിലുള്ള ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ നിൽക്കുന്നു. അതിന്റെ ഒരു പാർട്ടായി നിൽക്കുന്ന UP ഇവിടെ നിൽക്കുന്നു. രണ്ട് തരത്തിലായി നിൽക്കുന്നു. രണ്ടിനും സംയോജിപ്പിച്ചുകൊണ്ട് ഒരുത്തിൽ നിൽക്കുക, ഒന്നെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക, അല്ല ഇത് ഇനി അങ്ങോട്ട് കൊണ്ടുപോവാ, ഇതിന് വേറെ തരത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക. 2 ചിന്തകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാഷ് കാര്യത്തിൽ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശമുള്ള സ്ഥാപനങ്ങളോ ജംഗമ വസ്തുക്കളോ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുന്നത് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലവിൽ KER പ്രകാരമുള്ള വശമുണ്ട് എന്നാണ് 2 അധ്യാപകർ സൂചിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു നയരൂപീകരണം പാർട്ടി തലത്തിൽ ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തരത്തിൽ ഈ വകുപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലങ്ങൾ കൈമാറാറുണ്ട്. അതിന് പകരമായിട്ട് തന്നെ കോമ്പൻസേഷൻ മറ്റു വകുപ്പ് നൽകാറുണ്ട്. അത് വലിയൊരു പ്രോസസ്സിംഗ് ആണ്. റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുമ്പോൾ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് എളുപ്പത്തിൽ കിട്ടാവുന്നത് പഞ്ചായത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു റെസൊല്യൂഷൻ നമ്മൾ ജനകീയമായിട്ട് മാത്രം പറ്റില്ല, പഞ്ചായത്ത് ഭരണസമിതി കൂടി ഏറ്റെടുത്താൽ മാത്രമേ ഇതിനെ നേരത്തെ സൂചിപ്പിച്ച LPയിൽ നിന്ന് LPയോടൊപ്പം UPയെ കൂടി ഇവിടുത്തെ കൊണ്ടുവരാനും അതിനാവശ്യമായ ചെലവുകൾ ഏറ്റെടുക്കാനും ഇവിടുത്തെ മംഗൽപാടി പഞ്ചായത്ത് ഭരണസമിതി കൂടി തയ്യാറാകേണ്ടിയിരിക്കുന്നു. എല്ലാ രീതിയിലും വിദ്യാഭ്യാസമാണ് ആദ്യത്തെ മുഖ്യം. നമുക്ക് ബാക്കി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ആദ്യം നമുക്ക് വിദ്യാഭ്യാസമാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇപ്പം നാട്ടിൽ പോയപ്പോ, ഇന്നലെ മുക്കം സ്കൂളിൽ പോയപ്പോ അവിടെ
സ്കൂളുകളൊക്കെ ഇന്റർനാഷണൽ ലെവലായി വരികയാണ്. അവിടെ ടർഫ് കാര്യങ്ങൾ വരികയാണ്, സ്വിമ്മിംഗ് പൂളുകൾ വരികയാണ്. 8ാം ക്ലാസ് കഴിഞ്ഞ് 9, 10 ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക് സ്പെഷ്യൽ കെയർ ആണ് കൊടുക്കുന്നത്. രാത്രി ടീച്ചർമാര് രാത്രി അവർക്ക് സ്പെഷ്യൽ 10ാം ക്ലാസ്സിന്റെ കുട്ടികൾക്ക് സ്പെഷ്യൽ അവിടെ അവർക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പാട് വീട്ടിൽ പോയിട്ട് തിരിച്ച് അവര് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് സ്കൂളിലേക്ക് വന്നിട്ട് അവർക്ക് രാത്രിത്തേക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോ ഒരു ബേസ് ലെവലിലാണ് ഇപ്പൊ ഉള്ളത്. നമുക്ക് ആ ഇന്റർനാഷണൽ ലെവലിൽ എത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലോണം പോരാട നല്ല ഇതൊരു സ്കൂൾ ഇപ്പൊ 100 വർഷത്തിനായിട്ട് മുകളിലാണ് ഉള്ളത്. ഇത് സ്കൂളാണ്. അപ്പൊ നമുക്ക് ഇതിൽ യാതൊരു സംശയമില്ല. ഇത് നിലനിർത്തി മാഷുമാര് പറയുന്ന പോലെ UP സ്കൂള് എല്ലാ ബാക്കിന്റെ നാട്ടിലൊക്കെ ഉണ്ട്. ABCD കഴിഞ്ഞിട്ട് F വരെ ഉണ്ട്, ഡിവിഷൻ F വരെ ഉണ്ട്. ഇവിടെ ഒരു ക്ലാസ്സിലേക്ക് കുട്ടികളെ കിട്ടാനാണ് ബുദ്ധിമുട്ട്. അതിൽ ചുറ്റുഭാഗം ഒക്കെയാണ് എല്ലാവരും നോക്കുന്നത്. ഒരു സ്കൂളിലേക്ക് നമ്മൾ ചേർക്കുന്നപ്പോൾ ഈ സ്കൂളിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്വേനും ഫുട് ഓവർ ബ്രിഡ്ജിനും കാര്യത്തിനും KSRTC ബസ്സിന് വേണ്ടിയിട്ടൊക്കെ നിർത്തുന്നത് ഈ സ്കൂൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെല്ലാരും ഞാൻ നാട്ടിലത്തെ ഒരു പ്രതീക്ഷവാസിയായ പോലെ ഞാൻ പറയാണ്, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും, എന്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം. ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത ഒരു വിദ്യാലയമാണ് മംഗൽപാടി. മുമ്പത്തെ ഹൈസ്കൂളും ഇപ്പോൾ കേവലം LP സ്കൂളിന്റെ കെട്ടിടങ്ങൾ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിങ്ങുമായി ഇവിടെ അവശേഷിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടും ഇതിനെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കാലത്ത് ഈ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ വിദ്യാലയമായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുറഞ്ഞത് ഒരു 2000-ഓളം ഒക്കെ LPയിലും UPയിലുമായിട്ടൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ഒരു മഹാവിദ്യാലയം അതിങ്ങനെ നശിച്ച് ഇല്ലാതായി പോകുന്നത് ഒഴിവാക്കാൻ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് മുന്നോട്ട് വന്ന എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്.